പലസ്തീനെ അംഗീകരിക്കാനുള്ള വിവിധ രാഷ്ട്രങ്ങളുടെ തീരുമാനം ബന്ദികളുടെ മോചനം വൈകിപ്പിക്കുന്നുവെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സർ. ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൌൺസിൽ പ്രത്യേക യോഗത്തിന് മുന്നോടിയായി യുഎന്നിൽ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ നിലവിൽ വന്നിട്ടില്ലാത്ത പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തീരുമാനം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും വെടിനിർത്തൽ സാധ്യത വൈകിപ്പിക്കാനും വഴിവെക്കുമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു. That acted also in this building to pressure Israel instead of Hamas during sensitive days in the negotiations by attacking Israel, campaigning against Israel, and their announcement on a recognition of the virtual Palestinian state. They gave Hamas free gifts and an incentive to continue this war. They directly assassinated the hostage deal and ceasefire. Let me be clear, these countries prolonged the war. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നമ്മൾ കേട്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗിഡോൺ സാറിന്റെ യുഎന്നിലെ പ്രസംഗത്തിൽ തന്നെ കൃത്യമായ വിമർശനങ്ങളും ശക്തമായ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പാലസ്തീൻ എന്ന സ്റ്റേറ്റിനെ, അതായത് വെർച്വൽ സ്റ്റേറ്റിനെ, അതായത് യാഥാർത്ഥ്യമല്ലാത്ത ഒരു സാങ്കല്പിക രാഷ്ട്രത്തെ അംഗീകരിച്ചത് വഴി ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും അതിന് പിന്നാലെ കാനഡയും കൈക്കൊണ്ടത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു. അതുപോലെ മറ്റു പല രാജ്യങ്ങളും അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതും ആ തരത്തിൽ തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനം എടുത്തത് ഹമാസിനെ ഒരു ഫ്രീ ഗിഫ്റ്റായി, അല്ലെങ്കിൽ അത് ഹമാസിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനെ, തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനെ ഒരു സൗജന്യമായ ഒരു പിന്തുണ നൽകുന്ന ഒരവസ്ഥയായി മാറുകയും അത് വെടിനിർത്തലിനെയും അതുപോലെ തന്നെ ഈ പ്രശ്നം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയും ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്നും അത് സമാധാന ശ്രമങ്ങളെ കൂട്ടക്കൊല നടത്തുന്നതിന് സമാനമായി അല്ലെങ്കിൽ കൊന്നൊടുക്കുന്നതിന് സമാനമായ ഒരു നീക്കമാണ് നടത്തിയത് എന്നും വളരെ കൃത്യമായി ഗിഡോൺ സാർ പറയുകയാണ്. അതായത് ഈ മൂന്ന് രാജ്യങ്ങളെ, പാലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കം നടത്തിയ മൂന്ന് രാജ്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ നിലപാട് പുറത്തു പറഞ്ഞ മൂന്ന് രാജ്യങ്ങളും ആ ഹമാസിന്റെ അതിക്രമങ്ങളെ അംഗീകരിക്കുകയും അതിക്രമങ്ങൾ തുടരാനുള്ള ഒരു സാധ്യത തുറന്നു വയ്ക്കുകയുമാണ്. മാത്രമല്ല, ബന്ദികളുടെ മോചനം സംബന്ധിച്ച് വലിയൊരു തെറ്റാണ് ഈ രാജ്യങ്ങൾ ഈ പ്രഖ്യാപനത്തിലൂടെ ചെയ്തതെന്നും ബന്ദികളുടെ മോചനം വൈകിപ്പിക്കാൻ മാത്രമാണ് ഈ നിലപാട് പ്രയോജനപ്പെട്ടത് എന്നും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന UN ജനറൽ അസംബ്ലിയിലാണ് ഈ നിലപാടുകൾ തങ്ങൾ സ്വീകരിക്കുക എന്ന് ബ്രിട്ടനും കാനഡയും അതുപോലെ തന്നെ ഫ്രാൻസും, നേരത്തെ തന്നെ ഫ്രാൻസും വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങൾ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന നിലപാട് ഹമാസിനെ അനുകൂലമായ, അല്ലെങ്കിൽ ഹമാസിന്റെ അതിക്രമങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം UN തന്നെ കൃത്യമായി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി ഐസൻ.